ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ ഏറ്റത് ഉണങ്ങാത്ത മുറിവാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാറുകളും പാട്രിയറ്റ് മിസൈലുകളും കാവൽ നിൽക്കുന്ന കുവൈറ്റിലെ പോർട്ട് ഷുഐബ താവളത്തിലേക്ക് ഇറാന്റെ ചാവേർ ഡ്രോണുകൾ എങ്ങനെ നുഴഞ്ഞുകയറി എന്നത് ലോകത്തെ യുദ്ധവിദഗ്ധരെ പോലും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയുടെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെറും നിസ്സാരമായി മറികടന്ന് 4 അമേരിക്കൻ സൈനികരുടെ ജീവനെടുത്ത ആ ഡ്രോൺ ആക്രമണം വെറുമൊരു മിസൈൽ വർഷമായിരുന്നില്ല. അത് ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യയുടെയും തന്ത്രപരമായ നീക്കത്തിന്റെയും ഒരു മഹാപ്രകടനമായിരുന്നു. അമേരിക്കയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്ന ഇറാന്റെ IRGC എങ്ങനെയാണ് ഈ അദൃശ്യ കടന്നാക്രമണം ആസൂത്രണം ചെയ്തത്? ലോകം ഭയക്കുന്ന ഇറാന്റെ ഡ്രോൺ കരുത്തിനു പിന്നിലെ ആ രഹസ്യങ്ങൾ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന ആക്രമണത്തിൽ ഇറാന്റെ 1250ഓളം കേന്ദ്രങ്ങൾ തകർന്നെന്ന് പെന്റഗൺ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ താവളങ്ങൾക്കുള്ളിൽ ചെന്ന് പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ അമേരിക്കൻ സൈനികർ ഭീതിയിലാണ്. കുവൈത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 സൈനികരെ പെന്റഗൺ ഇതോടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്യാപ്റ്റൻ കോഡിയെ ഖോർക്ക് ഉൾപ്പെടെയുള്ള വീര്യമൃത്യു വരിച്ച പോരാളികളുടെ ചോര വീണത് അമേരിക്കയുടെ പ്രതിരോധ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ഡ്രോണുകൾ അമേരിക്കൻ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ പറന്നു വന്നു എന്നതാണ് ഏറ്റവും വലിയ നിഗൂഢത. ഇറാന്റെ ഡ്രോണുകൾ സാധാരണ മിസൈലുകളെ പോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കടലിനോടും ഭൂമിയോടും ചേർന്ന് പറക്കുന്ന ഈ ഡ്രോണുകളെ കണ്ടെത്താൻ അമേരിക്കയുടെ പല റഡാറുകൾക്കും സാധിക്കില്ല. ഇതിനെ റഡാർ ഹൊറൈസൺ എന്നാണ് സൈനിക ഭാഷയിൽ പറയുന്നത്. കുവൈറ്റിലെ പോർട്ട് ഷുഐബ താവളത്തിലേക്ക് കടൽ മാർഗം വളരെ താഴ്ന്നു പറന്നെത്തിയ ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ പ്രതികരിക്കും മുമ്പേ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖമേനി അധികാരമേറ്റതോടെ ഇത്തരം ചാവേർ ആക്രമണങ്ങൾക്കായി പ്രത്യേക സംഘത്തെയാണ് ഇറാൻ നിയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഇറാന്റെ സ്വാം ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ പല ദിശകളിൽ നിന്ന് വിക്ഷേപിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയാണിത്. കുവൈറ്റിൽ നടന്നതും ഏതാണ്ട് സമാനമായ ഒരു നീക്കമാണ്. അമേരിക്കൻ റഡാറുകൾ ഏതാനും ഡ്രോണുകളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവ പ്രതിരോധം ഭേദിച്ച് താവളത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ നിലവിലെ മിസൈൽ സംവിധാനങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കഴിഞ്ഞ ദശകങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ജാമിംഗ് സാങ്കേതിക വിദ്യയും അമേരിക്കൻ പ്രതിരോധത്തെ മറികടക്കാൻ അവയെ സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ റഡാറുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ വഴിതിരിച്ചുവിടാനും തെറ്റായ വിവരങ്ങൾ നൽകാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും. കുവൈറ്റിലെ ഷെയ്ഖ് ഈസ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിലും ഈ വിദ്യ പ്രയോഗിച്ചതായി സംശയിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ പക്കൽ ഹിമാഴ്സും പാട്രിയറ്റും താഡും ഉണ്ടെങ്കിലും ഇറാന്റെ ഈ ചിലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ ഡ്രോണുകൾക്ക് മുന്നിൽ അവ പലപ്പോഴും നിസ്സഹായരായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചതിയിലൂടെ നേതാവിനെ വധിച്ച അമേരിക്കയ്ക്ക് മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്നാണ് ഇറാൻ ഇതിലൂടെ തെളിയിക്കുന്നത്. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിയിലാണ്. ഖത്തർ, കുവൈത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ താവളങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാൻ കൂടുതൽ ഡ്രോണുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ കോഡിയെ ഖോർക്കിന്റെയും കൂട്ടരുടെയും മരണം അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ കാരണമായിട്ടുമുണ്ട്. പെന്റഗൺ ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാന്റെ ഡ്രോൺ കരുത്തിനെ നേരിടാൻ ഇനിയും നൂതനമായ വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മുജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ പുതിയൊരു യുദ്ധതന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ പതിവാകാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാന്റെ സൈനിക കരുത്ത് അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ പ്രാപ്തമാണെന്ന തിരിച്ചറിവ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ പ്രദേശമായി കണക്കാക്കുന്ന സൈനിക താവളങ്ങൾ തകർക്കുന്നത് വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് പ്രവാസികളുള്ളത്. ഒമാനിലും കുവൈറ്റിലും ബഹ്റൈനിലും ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീതിയിലാണ് കഴിയുന്നത്. സമാധാന ചർച്ചകൾക്കായി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആകാശത്ത് ഡ്രോണുകളുടെ മുരൾച്ച നിലക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിന് ഇറാന്റെ പേർഷ്യൻ ബുദ്ധി നൽകിയ പ്രഹരമാണ് കുവൈത്തിലെ ഡ്രോൺ ആക്രമണം. മിസൈലുകളെക്കാൾ മാരകമായി ഡ്രോണുകൾ മാറുന്ന ഈ പുതിയ യുദ്ധകാലത്ത് സാങ്കേതിക വിദ്യയുടെ കരുത്ത് തന്നെയാണ് വിജയിയെ നിശ്ചയിക്കുന്നത്. ഇറാന്റെ ഓരോ ഡ്രോണും അമേരിക്കയുടെ ലക്ഷക്കണക്കിന് ഡോളർ വില മതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ യുദ്ധം ഒട്ടും ലളിതമല്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്കും അമേരിക്കൻ ജനതയ്ക്കും ഇതൊരു വലിയ ആഘാതമാണ്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഇനിയും ഇത്തരം അത്ഭുതങ്ങൾ യുദ്ധകളത്തിൽ കാട്ടുമെന്ന് ഉറപ്പാണ്. മിസൈലുകൾക്കും ബോംബുകൾക്കും അപ്പുറം നിശബ്ദമായി പറന്നുവന്ന് മരണം വിതയ്ക്കുന്ന ഡ്രോണുകളുടെ യുഗം കൂടിയാണിത്.